ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. അപ്പൊ തമ്മിലിൽ പ്രത്യേകിച്ച് ഇനി നമ്മൾ നിങ്ങൾക്ക് ടോപ്പിക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. തമ്മിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഡെൻമാർക്ക് ഫാം ജോബ് ഇന്റേൺഷിപ്പ് എന്നുള്ളതിൽ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല, ഉള്ള പോലെ തന്നെയാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക് കാണിച്ച് ഇതിനകത്തേക്ക് ആകൃഷ്ടരാക്കി മറ്റെന്തെങ്കിലും പറഞ്ഞു തരേണ്ട ആ ഒരു സെറ്റപ്പ് അല്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് ഡെൻമാർക്ക് ഫാം ജോബ് നിങ്ങൾക്കും സാധ്യമാണ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ സംശയം ഉണ്ടാവും, ഫാം ജോബ് ഒക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയം. തീർച്ചയായിട്ടും അതിന് ആ സംശയം എന്തുകൊണ്ട് വന്നു അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താണോ വേണ്ടത് അവിടെ പോയി കേൾക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചാനൽ ഇൻഫോർമേറ്റീവ് ആണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഫീൽഡ് സ്വാഗതം. അതേ നമുക്ക് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഡെൻമാർക്കിലെ ഫാം ജോബ്സ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളുടെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാം ജോബിനെ എതിർത്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും. സ്വീഡനിലെ ഫാം ജോബ്, UK ഫാം ജോബ്, ഫിൻലൻഡിലെ ഫാം ജോബ്, അതിന് പുറമെ നമ്മുടെ കാനഡയും ഓസ്ട്രേലിയയിലെ ഫാം ജോബ്, ന്യൂസിലൻഡിലെ ഫാം ജോബിനെയൊക്കെ നമ്മൾ എതിർത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നവരെയും അതേപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുള്ള ഏജൻസിയും നമ്മൾ നിങ്ങളുടെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പഞ്ഞിക്കിടുന്ന് കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് താൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്നൊരു സംശയം ഉണ്ടാവും. അതെ, കാരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഈ പറഞ്ഞ UK ഫാം ജോബ്, സ്വീഡനിലെ ഫാം ജോബ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫാം, ഇവിടെ മലയാളികൾ എത്തിയിരിക്കുന്നത് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ആരെങ്കിലുമൊക്കെ കാണിച്ചു തരും, പോയ വഴികൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഇല്ല, ഈ ഏജൻസികളുടെ പരസ്യങ്ങളല്ലാതെ മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ഡെൻമാർക്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൻമാർക്കിലെ ഫാം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അൺസ്കിൽഡ് ജോബുകളല്ല, ഇതെല്ലാം സ്കിൽഡ് ജോബുകളാണ്. ഓക്കെ, അപ്പോൾ സ്കിൽഡ് ജോബ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്റേൺഷിപ്പ് വിസകളാണ്. ഇന്റേൺഷിപ്പ് വിസകൾ അല്ലാതെ ഈ ഏജൻസികളുടെ പരസ്യങ്ങൾ നിങ്ങളുടെ അവിടെ ഫ്രൂട്ട് പിക്കിങ്ങിനും ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ എന്താണ് ട്രോപ്പിക്ക കമ്പനിയുടെ പരസ്യത്തിൽ അവിടെ കൊണ്ട് അഭിനയിക്കാം, മറ്റേ ജോലി തരാമെന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാം ജോബുകളല്ല, അൺസ്കിൽഡ് ജോബുകളല്ല. ഇതെല്ലാം സ്കിൽഡ് ജോബുകളാണ്. അപ്പോൾ ഈ ഒരു സ്കിൽഡ് ജോബ് ഇന്റേൺഷിപ്പ് വിസകളാണ്. അപ്പോൾ ഡെൻമാർക്കിന്റെ ഇന്റേൺഷിപ്പ് വിസയിൽ മലയാളികൾ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഡെൻമാർക്കിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ആണ്, വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരങ്ങൾ ഡെൻമാർക്കിനെ കുറിച്ച് അറിയാനും ഡെൻമാർക്കിലെ ഫാം ജോബ്സിനെ കുറിച്ച് അറിയാനും മലയാളികൾ അവിടെ എത്തിയിരിക്കുന്നതിന് അറിയാനും ഉള്ള സാഹചര്യം എനിക്കുണ്ടായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരണം, ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അത് മാത്രമല്ല, ഡെൻമാർക്കിലേക്ക് ഫാം ജോബ് കിട്ടാനായിട്ട് നമ്മളൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്, നമ്മളൊരു വർക്കൗട്ട് നടത്തിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനത് ക്ലിയർ പറയൂല, പക്ഷെ അതിന്റെ അടുത്ത വീഡിയോക്കകത്തായിരിക്കാം പറയാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അത് വൺസ് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ ഡ്രീംസിന്റെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡെൻമാർക്കിലെ ഒരു ഫാം ജോബിന് ചിലപ്പോൾ കുറച്ചെങ്കിലും ഒരു 5 പേരില്ലെങ്കിൽ ഒരു 10 പേരില്ലെങ്കിൽ 2 പേർക്കെങ്കിലും നമുക്കൊരു പരീക്ഷണത്തിലൂടെ ഡെൻമാർക്കിൽ ഫാം ജോബ് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിന്റെ ആദ്യ പടി എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് ഞാൻ കുറച്ച് എക്സ്പെരിമെന്റ്, അത് വേറെ, നിങ്ങളെ കൊണ്ട് നടത്തുന്നത് വേറെ, ഇത് ഞങ്ങൾ നടത്തുന്നത് വേറെ ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അത് നമ്മുടെ ഏജൻസി നടത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് സ്വീഡന്റെയും മറ്റ് ഫാം ജോബുകൾ നമ്മളെ എതിർത്തതിന് മറ്റൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വർഷാവസാനം ഇല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ പുറത്തുവിടും, എല്ലാ വർഷവും പുറത്തുവിടാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഫാം ജോബിന് എത്തിയിരിക്കുന്ന UK ഫാം ജോബിനൊക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ സീറോ ആണ്. ഇന്ത്യയിൽ നിന്ന് എത്തിയിരിക്കുന്ന ആൾക്കാരുടെ വളരെ സീറോ, ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഞാൻ എതിർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെൻമാർക്കിന്റെ ഫാം, അവരെ നമുക്ക് വെറുതെ ചൊല്ലേണ്ട. അപ്പോൾ ഡെൻമാർക്കിന്റെ ഫാം ജോബിലേക്ക് നമുക്ക് കയറാം. ഡെൻമാർക്കിന്റെ ഫാം ജോബിൽ മലയാളികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാം ജോബിന് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, എന്താണ് ഈ ഫാം ജോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോദ്യമായിരിക്കും. തീർച്ചയായിട്ടും ഈ ഫാം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ മേഖലയിൽ നിങ്ങൾ നാട്ടിൽ കോഴ്സ് എന്തെങ്കിലും എടുത്തിട്ടുള്ളവരാണെങ്കിൽ, ഒരു ഇന്റേൺഷിപ്പ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ മേഖല അതെന്തും ആവാം, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് നേടുമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അത് വിട്, ഡയറി ഫാം, അതായത് പശുക്കളെ നോക്കുക, അതിനെ വളർത്തുക, അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അത് ചെയ്യുക, പശുക്കളുടെ പ്രസവം തൊട്ട് പല കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ പാല് കറക്കുക, കാര്യങ്ങൾ അതിന് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫാം നടത്തി പരിചയമുള്ള ആൾ എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. ഇല്ലെങ്കിൽ അതിന്റെ ഇന്റേൺഷിപ്പുകളോ അത് എന്തെങ്കിലും പഠിക്കുന്നവരോ ആയിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, പിഗ് ഫാംസ്. നമുക്കറിയാം, ഈ യൂറോപ്യൻ മേഖലയിൽ കൂടുതൽ പിഗ് ഫാംസ് ആണ് ഒരുപാട് ഉണ്ടാവാറ്. നമുക്ക് ഡയറി ഫാംസ് പോലെ തന്നെ പിഗ് ഫാംസ് ഉണ്ടാവാറ്, കാറ്റിൽ ഫാംസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പിഗ്
അതിനകത്ത് ആ ഒരു മേഖലയിൽ അതിന്റെ ഫീഡിങ്, അതിന്റെ പ്രസവം, അതായത് അതിനെ നല്ല രീതിയിൽ നോക്കുക, ഡെയിലി ആക്ടിവിറ്റീസ് നോക്കുക. ഇനിയിപ്പോൾ അത് മീറ്റ് ഇൻഡസ്ട്രിയും കൂടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഇനീഷ്യൽ ജോബ്സ് നിങ്ങളുടെ അവിടുത്തെ. അതായത് ഒരു ഫാം കിട്ടിയാൽ അത് എന്തു ആവട്ടെ, നിങ്ങൾ അത് A to Z കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനുള്ള ഒരു ഇന്റേൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ നിങ്ങൾ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് അതിനകത്തുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായാൽ മതി, ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുള്ളതായാൽ മതി. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ പോസിബിൾ ആവുന്ന ഒരു സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് കയറി കൂടിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ ടുണീഷ്യ, അതുപോലെ തുർക്കി, അങ്ങനെയുള്ള കുറേ ഏരിയയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ ജോലി. ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അതായത് പിഗ് ഫാമിലേക്കും കാറ്റിൽ ഫാമിലേക്കും അതുപോലെ ഹോർട്ടിക്കൾച്ചർ മേഖലകളിലേക്കും ഒരുപാട് ആൾക്കാർ എത്തിയിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ? ഞാൻ നേരത്തെ വളരെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്റേൺഷിപ്പ് ഇൻ ഡെൻമാർക്ക്, നിങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ഡെൻമാർക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടും. 18 മാസമാണ് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ലഭിക്കുന്നത്. ഈ 18 മാസം നിങ്ങൾക്ക് അവിടെ സാലറിയോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും നിൽക്കാം. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു മേഖലകളിൽ അഗ്രികൾച്ചർ മേഖല ഇല്ലെങ്കിൽ ഡയറി, പിഗ് ഫാം ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരു സ്റ്റഡീസ് നടത്തുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണ്, ഒന്നാമത്തെ കേസ്. ഓക്കെ, പിന്നെ ഏജ് 18 തൊട്ട് 29 വയസ്സ് വരെയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. ചിലവിടെ 35 വയസ്സ് പറയുന്നുണ്ടെങ്കിലും എന്നാൽ 18 വയസ്സ് തൊട്ട് 29 വയസ്സ് വരെയുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. കാരണം പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി. അതിനുശേഷമുള്ളവർക്ക് ചാൻസസ് വളരെ കുറവായിരിക്കും. മൂന്നാമത്തെ ഒരു എലിജിബിലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെവൽ വേണം. അറ്റ്ലീസ്റ്റ് ഒരു A2 വരെ, അതായത് ഏറ്റവും ബേസിക് ആണ്. ഇപ്പോൾ നിങ്ങൾ A2 തെളിയിക്കാനായിട്ട് A2 ലെവൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു +2 കാരനൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാം ഡിഗ്രി ഇല്ല, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു A2 തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു IELTS ചുമ്മാ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഏറ്റവും കിട്ടുന്ന ലോ മാർക്കാണ് ഒരു ഓവറോൾ 3 എന്നൊക്കെ പറയുന്നത്. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ. അതായത് IELTS വേണം, ലാംഗ്വേജ് പ്രൊഫഷൻസി തെളിയിക്കണം, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എലിജിബിൾ ആവുക. അതിന് വലിയ സ്കോറല്ല വേണ്ടത്, ഏറ്റവും താഴത്തെ സ്കോറാണ് വേണ്ടത്. അതായത് A2 എന്ന് പറയുമ്പോൾ ലെവൽ 3 അല്ലെങ്കിൽ IELTS ഓവറോൾ 3 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ബേസിക് ഇംഗ്ലീഷെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് കാണിക്കാനാ എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പം നിങ്ങളെ പോലെ മറ്റുള്ള പോലെ ഫാം ജോബിന് കൊണ്ടുപോയി പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കറക്റ്റ് ഇന്റേൺഷിപ്പുകളാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഫീൽഡ് ഓഫ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറി ഫാംസ് ഉണ്ട്, അതുപോലെ പിഗ് ഫാംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ. ഓക്കെ, ഈ ഒരു മേഖലയിലൊക്കെയാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പോകുന്ന എക്സ്പീരിയൻസ് ആണ്. അതായത് ടെക്നോളജി, അതായത് മോസ്റ്റ് ഡെവലപ്ഡ് രാജ്യമാണ് ഡെൻമാർക്ക്. അതുപോലെ പല ഇൻഡസ്ട്രിയിലും അവർ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മന്ത്രിമാരടക്കം അവിടെ പോയിട്ട് പലതും പഠിക്കാനായിട്ട് പോകുന്നത്, ഓർമ്മയുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ കുറെ നോളജ് നേടാനും അതിന് വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്, ഒന്നാമത്തെ കേസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജോബ് നേടിയെടുക്കുക, അവിടെ സെറ്റിൽ ആവുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവർ സദ്ദേശത്തോടെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു മാസത്ത് 160 hours വരെ പണിയെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് വീക്ക്ലി 39 hours വരെ പണിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഏണിങ്സ് ഉണ്ട്. അതുപോലെ പെയ്ഡ് വെക്കേഷൻ 5 weeks, ഇതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ഇത് ഓരോ ഫാമിലെ ഓണേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഫാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ചിലവിടെ നിങ്ങൾക്ക് ഇത്ര രൂപയായിരിക്കും ശമ്പളം കിട്ടുക, ഈ പറയുന്ന ശമ്പളം ചിലപ്പോൾ അവിടെ കിട്ടില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടും, ചിലപ്പോൾ അവിടെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടില്ല. പല കാര്യങ്ങളും അവിടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അത് ഡിപ്പെൻസ് ആണ്. ശരിക്കും ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ലാസ്റ്റ് നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ഫ്രീ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ രാജ്യത്ത് ലഭിക്കും, ഡെൻമാർക്കിലേക്ക് ലഭിക്കും. അതുപോലെ ഫ്രീ ലാംഗ്വേജ് ട്യൂഷൻ, അതായത് ഡാനിഷ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് കഴിയുന്നതിന്റെ അപ്പുറത്ത് നമ്മുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളതാണല്ലോ. സോ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാനിഷും കൂടി അറിഞ്ഞിരിക്കണം. അതിനുള്ള ട്യൂഷനും ഈ പറഞ്ഞ ഇന്റേൺഷിപ്പിന്റെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു +2 കഴിഞ്ഞവനാണ് പോട്ടെ, ഡിഗ്രി കഴിഞ്ഞവനും പോട്ടെ, ആരുമായിട്ട് പോട്ടെ, ഓക്കെ, പോകുന്ന ലാംഗ്വേജ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ യെസ്, പോസിബിൾ ആണ് നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കാനായിട്ടും. അതുപോലെ തന്നെ ഇൻകം, അത്യാവശ്യം നല്ല ഇൻകം നിങ്ങൾക്ക് കിട്ടും. 18
18 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുക. അതായത് ഈ ഫാം നിങ്ങൾ നോക്കി നടത്തണം, നിങ്ങളുടെ എന്നുള്ള രീതിയിൽ നോക്കി നടത്തണം. ആദ്യത്തെ 6 മാസം ഏകദേശം 900 യൂറോ വരെ ഒക്കെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. 12 മാസം കഴിയുമ്പോൾ 1100 യൂറോ, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ചില സമയത്ത് അത് 1800 യൂറോ വരെ പീരീഡ് സാലറി കിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എത്രയായിരിക്കും കറക്റ്റ് സാലറി കിട്ടുക എന്നുള്ളത്. അത് ഓരോ ഫാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 6 മാസം 1800 യൂറോ, അതിനകത്ത് 12 മാസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 12 മാസം നിങ്ങൾക്ക് 2134 യൂറോ. അതിനകത്ത് നിങ്ങളുടെ 600 ടാക്സ്, പിന്നെ 200 നിങ്ങളുടെ മറ്റേ ഫുഡ്, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയാണോ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അത് ഡിപ്പെൻസ് ആണ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മെയിൻ എലിജിബിലിറ്റി. ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് A2 വേണം. പിന്നെ ഏതെങ്കിലും ഇതേപോലെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതേപോലെ തന്നെ ഡയറി, പിഗ് ഫാം, അതുപോലെ തന്നെ ഈ കാറ്റിൽ ഫാമുകളുടെ മേഖലയിൽ നിങ്ങൾക്കൊരു സ്റ്റഡീസോ എക്സ്പീരിയൻസോ, അതായത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസോ സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. അതൊക്കെ നമ്മൾ പറയാം. നമ്മൾ വരുന്ന ദിവസങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ കൊണ്ടുവരും. അപ്പോൾ അതിനകത്തൊരു വഴികൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഇതിന് ശേഷം ഈ 18 മാസത്തിന് ശേഷം അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വർക്ക് വിസ കിട്ടി സെറ്റിൽ ആയിരിക്കുന്ന, ഫാമിലി ആയിട്ട് പോയി സെറ്റിൽ ആയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഡെൻമാർക്കിന്റെ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ മലയാളികൾ അധികം ആൾക്കാർ കൈകടത്താത്ത ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് ഇന്റേൺഷിപ്പ് വിസ, അതായത് ഫാം ജോബ്സ് എന്നല്ല ഇതിനെ പറയേണ്ടത്, ഇന്റേൺഷിപ്പ് വിസ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ഡെൻമാർക്കിന്റെ ഫാം ജോബ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ജോലി ഫാമിംഗ് മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാം ജോബ്സ് എന്നുള്ള വീഡിയോ. ഇത് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഒഴുകുന്നുണ്ട്. മെയിനായിട്ട് ഒരുപാട് ലക്ഷങ്ങളാണ് നോർത്ത് സൈഡിൽ നിന്നുള്ള ഏജൻസികൾ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏജൻസികളുടെ ത്രൂ പോകുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ പലരും എത്തിയിരിക്കുന്നതാണെങ്കിൽ കൂടി ഒരുപാട് പൈസകൾ കൊടുത്തിട്ട് എത്തിയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കുറവാണ്. ഇല്ലെങ്കിൽ ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ഏജൻസികൾ ഇല്ല, ഇത് ചെയ്യുന്ന ഏജൻസികൾ ഇല്ല. ഇനിയിപ്പോൾ അത് ഉണ്ട് എന്ന് പറഞ്ഞ് വരുവാണെങ്കിലും നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് വരിക്കുക. അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ എത്താം എന്നുള്ളതാണ്. അതിന് വളരെ വ്യക്തമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലാംഗ്വേജ് അത്യാവശ്യമാണ്. ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവനാണ് ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടാവും. അവൻ എങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ IELTS A2 വരെ കിട്ടും അല്ലേ. ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു CV കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് ഏജൻസികളെ കുറിച്ച് പറയുന്നില്ല, അത് ഞാൻ പാർട്ട് 2 എന്നുള്ള രീതിയിൽ വെച്ചിരിക്കും. കാരണം ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് എക്സ്പെരിമെന്റ് നടത്താനുള്ള വഴികൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിന് പുറമെ വേറൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, അത് ഞാൻ പാർട്ട് 2ലേക്കാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഞാനൊരു 4 വഴികൾ ഞാൻ ചിന്തിക്കാതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് കയറി തലയിട്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അത്രയ്ക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി തലയിട്ട് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഡെൻമാർക്ക് ഇന്റേൺഷിപ്പ് വിസ, നിങ്ങൾ ഈ കാണുന്ന യൂറോസ് എന്നുള്ള വെബ്സൈറ്റിൽ കയറി ഡെൻമാർക്ക് എന്നുള്ള രാജ്യം സെലക്ട് ചെയ്ത് നിങ്ങൾ ഫാം ജോബ്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജോബ്സ് വരും. ഫോൺ നമ്പേഴ്സ് ഉണ്ട്, വിളിച്ച് ചോദിക്കുക. ഓക്കെ, അതിന് പുറമെ CV, കവർ ലെറ്റർ കാര്യങ്ങൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ പല കമ്പനീസും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അവർ നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഏജൻസ് ആയിരിക്കാം. ഞങ്ങൾ കുറേ ഏജൻസിനെ അവിടുത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഏജൻസി ചാർജ് ചെയ്യുന്ന പോലെ തന്നെ അവരും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ആരെയും റെക്കമെൻഡ് ചെയ്യാതെ. കാരണം അവരുടെ ഒരു ജെന്യൂനിറ്റി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഏജൻസിനെ കൊണ്ടുവരുള്ളൂ. അതായിരിക്കും ഞാൻ പാർട്ട് 2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെൻമാർക്കിൽ തീർച്ചയായിട്ടും ഒരു ഫാമിംഗ് മേഖലയിൽ നിങ്ങൾ പന്നിയെ വളർത്തുന്ന ആൾക്ക്, പന്നിയെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിഗ് ഫാംസിലേക്ക് പോവാം, ഡയറി ഫാംസിലേക്ക് പോവാം. അപ്പോൾ അതായത് പാല് ഇറക്കാനും അതിന് പിന്നെ പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും അതിൻ്റെ പ്രസവം അടക്കം നോക്കണം, അതിന് വേണ്ട ഇഞ്ചക്ഷനുകൾ ആവശ്യത്തിന് സമയത്ത് കൊടുക്കണം, അതിനുള്ള ട്രെയിനിങ് ഒക്കെ തരും. ഇപ്പം നിങ്ങൾ നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കുക, പലരും ഇപ്പം അങ്ങനെയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും അവിടെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ട്രെയിനിങ്ങുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. അതുമാത്രമല്ല, ഇവിടെ പോകുന്നവർക്ക് അവിടെ താമസം ചിലർ കൊടുക്കും, ചിലർ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ള താമസവും ഫുഡ് ചിലപ്പോൾ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും, ചിലപ്പോൾ താമസിക്കേണ്ടതായി. ഇതിനകത്ത് ചിലപ്പോൾ ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരാം. 18 മാസത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർക്ക് വിസ, ഇതേ ഫാമിംഗ് മേഖലയിൽ ഒരു വർക്ക് വിസ കണ്ടെത്തണം. ചിലർക്ക് അത് കിട്ടി അവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, ചിലർ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്.
പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഇനിയിപ്പോൾ +2 ഈ ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന ആൾ ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് വഴികളുണ്ട് ഈ ഒരു മേഖലയിൽ കുറച്ച് ഒരു എക്സ്പീരിയൻസോ ഇന്റേൺഷിപ്പോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള വഴികൾ ഒരുപാടുണ്ട്. സോ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു വേ ആയിട്ട് മാറാം. നമ്മൾ പാർട്ട് 2-നകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഇനി അപ്ലൈ ചെയ്യാനുള്ള ഏജൻസികളെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പുതിയ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് പ്രോഗ്രാം ആയിരിക്കും അതിനകത്ത്. സോ ഇത് നോർത്ത് സൈഡ് ഒരുപാട് ഏജൻസികളുണ്ട്, ലക്ഷങ്ങളാണ്, 5-10 ലക്ഷങ്ങളാണ് അവന്മാർ മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ചെലവില്ലാതെ, അത്രയൊന്നും ചെലവില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ യൂറോസ് എന്നുള്ള വെബ്സൈറ്റുകൾ, ഇല്ലെങ്കിൽ ഈ ഡെൻമാർക്കിലെ ഫാമുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക, ഡയറി ഫാമും പിഗ് ഫാംസിനും സെർച്ച് ചെയ്ത് കണ്ടെത്തുക, അതിനകത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. നേരിട്ട് ഒരു ഏജൻസി ഇല്ലാതെ ട്രൈ ചെയ്യുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഏജൻസിയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം, ബൈ.